ഖബല മൗതിഹി ബിഖരീബിൻ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നു, അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തശ്ബീഹിൻ വലാ തഅ്തീലിൻ. അല്ലാഹുവിന്റെ ഈ സിഫാത്തുകളെ കുറിച്ചുള്ള അഖ്ബാറുകളൊക്കെ ഒരു ഉപമയോ അല്ലെങ്കിൽ നിഷേധമോ കൂടാതെ അംഗീകരിക്കണം. വേറൊന്നിനെ പോലെയാണെന്നോ സാദൃശ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇനിയും മഹാനവറുകൾ പറയാണ്, എന്ത്? നഹ്നു നുഅ്മിനു ബി അന്നല്ലാഹ അസ്സ വജല്ല അലൽ അർശി കൈഫ ശാഅ വ കമാ ശാഅ ബിലാ ഹദ്ദിൻ വലാ സിഫത്തിൻ യബ്ലുഗുഹാ വാസിഫുൻ ഔ യഹുദ്ദുഹു ഹാദ്ദുൻ. എന്താ പറഞ്ഞറിയോ? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ്ദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ? അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം, അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ? മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പടച്ചോനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. പിന്നെ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹു അഅലം, പടച്ചോന് അനുയോജ്യമായ നിലക്ക് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനിയും ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനി തന്നെ പറയട്ടെ, വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ കൈഫ ശാഅ വ കമാ ശാഅ ഫയഗ്ഫിറു ലിമൻ അദ്നബ വ അഖ്തഅ വ അജ്റമ വ അസാ ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വയശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ? കൈഫ ശാഅ വ കമാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. എന്നിട്ട് ദോഷികൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ദോഷികൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഇങ്ങനെ ഇറങ്ങും, അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു, അള്ളാഹിന്റെ പ്രതിഫലം ഇറങ്ങുന്നു എന്നല്ല വിശ്വസിക്കേണ്ടത്. അതാ കേട്ടോളൂ, ലാ ബിമഅനാ നുസൂലിർ റഹ്മത്തി വസവാബിഹി അലാ മദ്ദഅതുൽ മുഅ്തസിലത്തു വൽ അശ്അരിയത്തു. മുഅ്തസിലിയാക്കളും പഴച്ചകക്ഷികളാണ്. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും ഒക്കെ വാദിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല അവിടെ പറയേണ്ടത്. അതൊന്നും പറയാനോ വ്യാഖ്യാനിക്കാനോ പോണ്ട. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ. അതൊക്കെ ആരാ പറയുന്നത്? ശൈഖ് ജീലാനി. ഇതൊക്കെ മുജാഹിദിന്റെ വാദമല്ലേ ഈ പറയാറുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, അതാ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ ഖാല ലക്കൽ ജഹ്മി, ഒരു പഴച്ച കക്ഷിക്കാരന്റെ പേരാണ് ജഹ്മി. അവൻ പറഞ്ഞാൽ, നിന്നോടവൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? അന കാഫിറുൻ ബി റബ്ബിൻ യൻസിലു, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ കാഫിറാണ്, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഫഖുൽ ലഹു, നീ അവനോട് എന്താ മറുപടി പറയേണ്ടത്? അന മുഅ്മിനുൻ ബി റബ്ബിൻ യഫ്അലു മാ യശാ, താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോളാനാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഈ വസ്തുതകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളൊക്കെ അതെങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത്, അതിനെ വ്യാഖ്യാനിക്കാതെ, അതിനെ സംബന്ധിച്ച് നിഷേധം പറയാതെ, മറ്റേതെങ്കിലും ഒന്നിനെ പോലെയാണെന്ന് തശ്ബീഹോ തംസീലോ നടത്താതെ, അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ് അവനുള്ളതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസമേ മുജാഹിദുകൾക്കുള്ളൂ. അതിലപ്പുറം അള്ളാഹ്ക്ക് നമ്മെപ്പോലെ ശരീരമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, ചോരണ്ട്, നീരുണ്ട്, ഈ നിലക്കൊക്കെയുള്ള ആരോപണങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി ആരോപിക്കരുത്. അങ്ങനെ ഒരു ആരോപണം മുജാഹിദുകളുടെ പേരിൽ ഇനിയും നിങ്ങൾ തുടരരുത്. ഇതൊക്കെ എത്രയോ തവണ ഇവിടെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇതേ വാദം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ആശയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ചെയ്തൊരു പണി എന്താണെന്നറിയാം? മൂപ്പര് കാര്യമായി ചെയ്തൊരു സംഗതി